പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചൊവ്വാഴ്ച കൂടി ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി ഒരു വന്തക്കോണം ഒരുക്കിയ ദൈവത്തിന് കോടാനുകോടി സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനും ജീവനുള്ള ദൈവത്തെ പാടി സ്തുതിക്കുവാനും നമുക്ക് നൽകിയതായിട്ടുള്ള ഭാഗ്യത്തിനായി ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഇത്രത്തോളം നമ്മെ സഹായിക്കുകയും ഇതുവരെയും നമ്മെ വഴി നടത്തുകയും ചെയ്തതായിട്ടുള്ള കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. ഒരു നന്മയും ഒരു യോഗ്യതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ ഒന്നു മാത്രമാണ് നാം ആയിരിക്കുന്നത്. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഇന്ന് നാം ദൈവത്തിൻ്റെ ആലയത്തിൽ കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ആരുടെയും ഉയർച്ചയ്ക്കോ അനുഗ്രഹത്തിനോ വേണ്ടിയല്ല, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ മഹത്വത്തിനായി തീരണമെങ്കിൽ നാം പാടിയതുപോലെ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാനും ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാനും കർത്താവിൻ്റെ സ്വഭാവം നമുക്ക് ഓരോരുത്തർക്കും വേണം. നാം നമ്മുടെ സ്വഭാവങ്ങൾക്കൊത്തവണ്ണമാണ് നാം ജീവിച്ചത്, പ്രവർത്തിച്ചത്, ഇതുവരെയും ആയിത്തീർന്നത്. എന്നാൽ കർത്താവിൻ്റെ സ്വഭാവം ഉള്ളവരായി നാം തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു എന്നുള്ളതാണ്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുമ്പോഴാണ് മറ്റുള്ളവരെ ഓർത്ത് കരയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ആയിത്തീരുവാനുമായിട്ട് കഴിയുന്നത്. ശിഷ്യന്മാരെല്ലാവരും പല ഭാഗത്തേക്ക് പോകുമ്പോൾ യേശു രാത്രിയിൽ ഏകനായി മലയിൽ കയറിപ്പോയിരുന്ന് ജനത്തിനു വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി കരയുന്നതായിട്ടുള്ള യേശുവിനെ ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എല്ലാവരും താന്താൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ യേശു ഒലിവുമലയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് യേശു ഒലിവുമലയിലേക്ക് പോയത്? ജനത്തിനു വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി കരയുവാനാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം നമ്മിൽ വരുമ്പോൾ നാമും അപ്രകാരമായി തീരും. ആത്മാക്കളെക്കുറിച്ചുള്ള എരിവ്, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം, നശിച്ചു പോകുന്നതായിട്ടുള്ള ജനത്തെക്കുറിച്ചുള്ള ചിന്ത, അങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ അപ്രകാരം പ്രാർത്ഥിക്കേണ്ടതിന് കടന്നു വന്നവരാണ്. ഇന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണം. നാം പാടിയതുപോലെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിൽ ഞങ്ങൾക്കല്ല നിന്റെ നാമം പൊന്നുനാമ മഹത്വത്തിനായി തീരണമേ. ഇന്ന് നമുക്ക് അപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആഗ്രഹമല്ല, ഞങ്ങളുടെ തീരുമാനമല്ല, എല്ലാം നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നമ്മളെല്ലാവരും ബലഹീനരാണ്, നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ്. ആരും നീതിമാന്മാരെ ഈ ലോകത്തിലില്ല, ആരും നല്ലവരെന്ന് പറയുവാനില്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളെല്ലാം കറപുരണ്ടതായിട്ടുള്ള തുണി പോലെ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറവുകളും പോരായ്മകളും മാത്രമേ നമ്മുടെ പക്കലുള്ളൂ. എന്നാൽ വാക്കുമാറാത്ത വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം കേട്ട് പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. അസാധ്യമായി ഒന്നുമില്ലാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായിട്ടുള്ള ലാസറിനെ കല്ലറയിൽ നിന്ന് പേർ ചൊല്ലി പുറത്തേക്ക് കൊണ്ടുവന്നവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കരം നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നവനും മറുപടി നൽകുന്നവനും നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്നും ശലോമോന്റെ ആലയത്തിന് സദൃശ്യമായി ദൈവം അന്ത്യകാലത്ത് ഒരുക്കിയതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്നും ദൈവം ഈ ആലയത്തിൽ അരുളി ചെയ്തിട്ടുണ്ട്. ആരെല്ലാം തന്നെത്താൻ താഴ്ത്തി നിലവിളിച്ചാലും ഞാൻ അവരുടെ നിലവിളി കേട്ട് മറുപടി നൽകുമെന്നും, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പാപങ്ങളും അകൃത്യങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തക്ക സമയത്ത് മഴയെ നൽകി ദേശത്തിന് വേണ്ടുന്നതെല്ലാം നൽകി അനുഗ്രഹിക്കുമെന്ന് വാക്ക് പറഞ്ഞവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ നമുക്ക്
ദൈവം പറഞ്ഞത് വിശ്വാസമില്ല എന്നുള്ളതാണ്. നമ്മുടെ തോൽവി എന്താകുന്നു ചോദിച്ചാൽ, ഈ ആലയത്തിൽ എന്ത് യാചിച്ചാലും തരുമെന്ന് ദൈവവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം പറഞ്ഞത് വിശ്വസിപ്പാൻ പലപ്പോഴും കഴിയുന്നില്ല. ദൈവം പറഞ്ഞത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ തോൽവി. എന്നാൽ ദൈവത്തോട് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ്, ദൈവമേ ഞങ്ങളുടെ അവിശ്വാസത്തെ നീ സഹായിക്കണമേ, ഞങ്ങളുടെ കുറവുകളെല്ലാം നീ അവിടുന്ന് ക്ഷമിക്കണമേ, നിന്റെ മഹത്വം നീ അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുമാറാകട്ടെ. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 31 32 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഈ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഞാൻ ഒന്നാമത് നിങ്ങളോട് പറഞ്ഞു, സർവശക്തനായ ദൈവത്തിന്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം എന്നുള്ളത്. ദൈവം അനവധി വാഗ്ദത്തങ്ങൾ നൽകിയതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. ദൈവം പറഞ്ഞതായിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഓരോന്നും നിവർത്തീകരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. ദൈവം അരുളി ചെയ്തതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ദൈവത്തിന്റെ ആലയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അരുളി ചെയ്തവനായിട്ടുള്ള ദൈവം വാക്കുമാറാത്തവനും വിശ്വസ്തനുമായ ദൈവമാകുന്നു. എന്നാൽ ഇവിടെ നാം വായിച്ചു കേട്ടത്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് അനവധി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് പറയുവാനും നമുക്ക് ചിന്തിക്കുവാനും നമുക്ക് വേദനിക്കുവാനും നമ്മൾ കണ്ണുനീരോടുകൂടി ആയിരിക്കുന്നതായിട്ടുള്ള അനവധി സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ സർവശക്തനായ ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പരസ്പരം സംസാരിച്ച് നിങ്ങൾ വേദനിക്കുന്നവരായി തീരേണ്ട. ഞാൻ അനുകൂലമായി നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞതാണ്. ഇത് സംബന്ധിച്ച് നാം ഇനി എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങൾ നിമിത്തം നാം എങ്ങനെ മുന്നോട്ട് പോകും? ഈ പ്രതിസന്ധികൾ നാം എങ്ങനെ തരണം ചെയ്യും? ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാമെന്ന് നമ്മൾ പലവട്ടം ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ്. എന്നാൽ നമ്മുടെ ചിന്തകളെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട്, നാം പറഞ്ഞതെല്ലാം മാറ്റിക്കളഞ്ഞതുകൊണ്ട്, സർവശക്തനായ ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവത്തിന്റെ ആലയത്തിൽ നിവർത്തിയായത്. എന്തുകൊണ്ടാണ് അപ്രകാരം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ വീണുപോകാതെ നിലനിൽക്കുവാനുള്ള കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അനുകൂലമായി സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം വരുത്തുവാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കുന്നവനല്ല. നാം പാട്ടുപാടിയത് ഇപ്രകാരമാണ്: അന്ധകാരം ഭൂവിൽ വ്യാപരിക്കുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉറ്റവർ സ്നേഹിതരെല്ലാം അകന്നു പോകുമ്പോൾ, എല്ലാവരും തള്ളിക്കളയുമ്പോൾ, യോസേഫിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇത്ര നല്ല ഇടയൻ, ഉത്തമ സ്നേഹിതൻ നമ്മോട് കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് നമുക്ക് വ്യാകുലം? എന്തിനാണ് നാം ചിന്തിക്കുന്നത്? എന്തിനാണ് നാം സങ്കടപ്പെടുന്നത്? ഒരു കാരണവും നമുക്കില്ല. എല്ലാറ്റിനും മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ വിളിച്ചത് കഷ്ടങ്ങളെ നോക്കി നിൽക്കുവാനല്ല. ദൈവം നമ്മെ വിളിച്ചത് പ്രതികൂലങ്ങളെ നോക്കി നിൽക്കുവാനല്ല. ദൈവം നമ്മെ വിളിച്ചത് സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ്. പാട്ടുകാരൻ പാടിയതുപോലെ, കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റ എൻ്റെ പ്രിയനെ കാണാറായി. ഈ കഷ്ടതയല്ല നാം നോക്കേണ്ടത്. എനിക്ക് വേണ്ടി കഷ്ടമേറ്റവനായ എൻ്റെ പ്രിയന്റെ മുഖം ഞാൻ കാണണം. എനിക്ക് വേണ്ടി കണ്ണുനീര് അനുഭവിച്ച എൻ്റെ പ്രിയന്റെ മുഖം കാണണം. എനിക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിച്ചവനായിട്ടുള്ള എൻ്റെ പ്രിയന്റെ മുഖം ഞാൻ കാണണം. ആ കാഹള ശബ്ദം കേൾക്കേണ്ടതിന് വേണ്ടിയാണ്
ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചത്. അതുകൊണ്ട് നാം എന്തെങ്കിലും പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എന്തിനെങ്കിലും കുറിച്ച് നാം വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ മുമ്പാകെ അതെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട്, ദൈവമേ, ഒന്നിനെ കുറിച്ച് ഞങ്ങൾ വിചാരപ്പെടാതെ വണ്ണം, ഒന്നിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാതെ വണ്ണം, ഇത്ര നല്ല ഇടയൻ ഞങ്ങളോട് കൂടെയുള്ളപ്പോൾ, ഉത്തമ സ്നേഹിതൻ ഞങ്ങളോട് കൂടെയുള്ളപ്പോൾ, ഒരു വ്യാകുലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ വണ്ണം, ഒരു പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ വണ്ണം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായിട്ടുള്ള യേശുവിനെ നോക്കുവാൻ, നല്ല ഓട്ടം ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുമാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് അനവധി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്, അനവധി വിഷയങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട്. ഈ ലോകത്തിൽ എല്ലാം പ്രതികൂലങ്ങളാണ്. ഈ ലോകത്തിൽ ഭരിക്കുന്നതായിട്ടുള്ള ഭരണകർത്താക്കന്മാർ പ്രതികൂലമായി നിൽക്കുന്നു. അധ്വാനിച്ചിട്ട് തൊഴിലുറപ്പ് പണി ചെയ്തിട്ട് പൈസ കിട്ടുവാൻ വഴിയില്ലാതെ വണ്ണം ഭാരപ്പെടുന്നു, പെൻഷൻ കിട്ടാതെ വണ്ണം ഭാരപ്പെടുന്നു, സാമ്പത്തികമായി പ്രതിസന്ധികളിൽ കൂടി മുന്നോട്ട് പോകുന്നു. എവിടെ തിരിഞ്ഞാലും കഷ്ടത, എവിടെ തിരിഞ്ഞാലും പ്രയാസം, എവിടെ നോക്കിയാലും മരണം, എവിടെ നോക്കിയാലും അടിപിടി കേസുകൾ, അങ്ങനെ ലഹരികൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം നമുക്ക് അനുകൂലമായി കൂടെയുണ്ട്. ഹല്ലേലൂയ. അനുകൂലമായി കൂടെയുണ്ട് എന്ന് വെച്ചാൽ, അനുകൂലമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്, ഈ ആലയത്തിലുണ്ട്. അതാണ് നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ വായിച്ചു കേട്ടത്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? നമുക്കൊന്നും പറയുവാനില്ല. ഇന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാൻ മാത്രമാണുള്ളത്. ദൈവത്തോട് അപേക്ഷിച്ചാൽ മറുപടി നൽകുവാൻ ഇന്ന് ദൈവം ഒരുക്കമുള്ളവനായി നമ്മുടെ മധ്യത്തിലുണ്ട്. സർവശക്തനായ ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും ഇന്ന് നമ്മുടെ മധ്യത്തിൽ താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ദേശങ്ങളിലേക്ക് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. ഇന്ന് ദേശങ്ങളിലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കും. ഇടർച്ചകളെല്ലാം ദൈവം നീക്കും. അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധ്യമാക്കി നൽകും. നാം പ്രാർത്ഥിച്ചാൽ മാനസാന്തരം കൊടുക്കുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ ദൈവം. നാം പ്രാർത്ഥിച്ചാൽ രാജാവിന്റെ മനസ്സിനെ മാറ്റുവാൻ അധികാരമുള്ളവനാണ് ദൈവം. രാജാവിന്റെ മനസ്സിനെ തിരിക്കുവാൻ അധികാരമുള്ളവനാണ് ദൈവം. ആ ദൈവത്തോടാണ് നാം അപേക്ഷിക്കുന്നത്. ഇവിടെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരുമില്ല. എന്നാൽ ഇന്ന് നാം ദൈവസന്നിധിയിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് അനുകൂലമാണോ എന്നുള്ളതാണ്. ദൈവം നമുക്ക് അനുകൂലമായി നമ്മോടുകൂടെ ഇരിക്കണമെങ്കിൽ നാം ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കണം. നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറിയാൽ, നാം ദൈവത്തെ വിട്ട് ജീവിച്ചാൽ, ദൈവത്തിന്റെ വഴിക്കപ്പുറമായി നാം ജീവിച്ചാൽ, പ്രവർത്തിച്ചാൽ, ഒരിക്കലും ദൈവം നമുക്ക് അനുകൂലമായിരിക്കുകയില്ല. ദൈവം നമുക്ക് അനുകൂലമാകണമെങ്കിൽ നാം ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുന്നവനായിരിക്കണം. ദൈവത്തോടുകൂടെ യാത്ര ചെയ്താൽ, പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമേ എന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമേ എന്നറിയില്ല. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. പാട്ടുകാരൻ പാടുന്നു: ഞാൻ സിയോൻ സഞ്ചാരിയാണ്, ഞാൻ പോകുന്നത് ക്രൂശിന്റെ പാതയിലാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാകുന്നു, അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. നാശത്തിലേക്ക് പോകുന്നതായിട്ടുള്ള വാതിൽ വീതിയുള്ളതും വിശാലമേറിയതും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു.
ദൈവം നമ്മെ വിളിച്ചത് ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കേണ്ടതിന് വേണ്ടിയാണ്. നാശത്തിലേക്ക് പോകുന്നതായിട്ടുള്ള വീതിയുള്ളതും വിശാലമായിട്ടുള്ള വാതിലിൽ കൂടി പോകേണ്ടതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്, അവൻ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ മൂറ്റി തന്നത് കർത്താവിന്റെ വഴിയിൽ കൂടി പോകേണ്ടതിനാണ്. കർത്താവിന്റെ വഴിയിൽ കൂടി പോകണമെങ്കിൽ പാട്ടുകാരൻ പാടിയതുപോലെ അവനെ ധ്യാനിച്ചും അവനെ മാനിച്ചും അവനെ സേവിച്ചും പോകുമ്പോൾ ക്ഷീണമറിയുകയില്ല. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചതായിട്ടുള്ള ത്യാഗങ്ങൾ, കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ചതായിട്ടുള്ള കഷ്ടതകൾ, അവൻ എനിക്ക് വേണ്ടി അനുഭവിച്ചതായിട്ടുള്ള പീഡനങ്ങൾ, അവൻ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതായിട്ടുള്ള അവന്റെ ശരീരത്തെക്കുറിച്ച്, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതായിട്ടുള്ള അവന്റെ സ്നേഹത്തെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ ക്ഷീണം എന്താകുന്നു എന്ന് അറിയുവാൻ സാധ്യമല്ല. നാം നമ്മുടെ പ്രശ്നങ്ങൾ വലുതായി കാണുമ്പോഴാണ് നമുക്ക് ക്ഷീണം വരുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ക്ഷീണം വരുന്നത്. എന്നാൽ കർത്താവ് നമുക്ക് മുമ്പേ സകലതും സഹിച്ചവനായി അവൻ നമ്മോട് കൂടെയുണ്ട്. കഷ്ടങ്ങളിൽ ഏറ്റെടുത്ത് തുണയായി, ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്തവനായി അവൻ നമ്മോട് കൂടെയുണ്ട്. കഷ്ടതയിൽ കൈവിടാത്തവനായി നമ്മോട് കൂടെയുണ്ട്. കഷ്ടതയിൽ കരം പിടിക്കുന്നവനായി നമ്മോട് കൂടെയുണ്ട്. അഗ്നികുണ്ഡത്തിൽ അഗ്നിയിൽ നാലാമനായി ഇറങ്ങി വരുവാൻ മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. സിംഹത്തിന്റെ വായടപ്പാൻ മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഒന്നുകിൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയാകുന്ന മതിലിനെ ചാടിക്കടക്കുവാൻ വേണ്ടുന്നതായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. നമ്മുടെ ജീവിതം കഷ്ടതയിലും പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും ആകുന്നെങ്കിൽ അതിനെ തരണം ചെയ്യുവാൻ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കി തരുവാൻ മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. പലപ്പോഴും പ്രതികൂലം വരുന്നത് എന്താകുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ സംശയവും നമ്മുടെ അവിശ്വാസവും നിമിത്തമാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ്. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു കേട്ടത്, അല്പവിശ്വാസിയെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്. ഇന്ന് നമ്മുടെ പ്രശ്നവും അത് തന്നെയാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ നാം അല്പവിശ്വാസികളാകുന്നു. ദൈവം ചെയ്തതായിട്ടുള്ള നന്മകൾ നാം മറന്നു പോകുന്നു. മരണത്തോടുകൂടി ദൈവത്തിന്റെ ആലയത്തിലേക്ക് നാം കടന്നു വന്നു. ദൈവം നമ്മുടെ മരണം ഒരു നാളിൽ മാറ്റിയത്, ദൈവം നമ്മെ അനുഗ്രഹിച്ചത്, ദൈവം നമ്മെ ഉയർത്തിയത്, ദൈവം നമ്മെ മാനിച്ചത് നാം മറന്നു പോകുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ, വീണ്ടും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ചെയ്തതായിട്ടുള്ള രക്ഷ നാം പലപ്പോഴും മറന്നു പോകുന്നു. ഇവിടെ യേശു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നു, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്. അല്പവിശ്വാസം നമ്മെ ഭയത്തിലേക്ക് നയിക്കും. അല്പവിശ്വാസം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി കളയുക തന്നെ ചെയ്യും. അല്പവിശ്വാസം ദൈവസന്നിധി വിട്ട് നാം പോകേണ്ടി വരും. എന്നാൽ യേശു സ്നേഹിക്കുന്നതായിട്ടുള്ള തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അല്പവിശ്വാസികളാകരുത്. 2, നിങ്ങൾ ഭീരുക്കളാകുവാൻ ഇടവരരുത്. നിങ്ങൾ ഭയപ്പെടരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. അതിന്റെ തുടക്കത്തിലെ വാക്യം നമുക്ക് വായിക്കാം. 23-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനോട് കൂടെ ചെന്നു. യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് യേശുവിന്റെ ശിഷ്യന്മാർ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ ഇഷ്ടമുണ്ടോ?
യേശുവിന്റെ പടകിൽ കയറുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? യേശു ശിഷ്യന്മാരോടൊന്നും പറഞ്ഞില്ല. യേശു പടകിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ പുറകെ ആ പടകിൽ കയറി. കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർക്ക് യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ അവർക്ക് സമ്മതമായിരുന്നു, അവർക്ക് ആഗ്രഹമായിരുന്നു. ഇന്ന് നമ്മുടെ തോൽവി എന്താകുന്നു എന്ന് ചോദിച്ചാൽ, യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ താല്പര്യമില്ല. പിന്നെ എന്താണ് നമ്മുടെ താല്പര്യം? നമ്മോടുകൂടെ യേശു കടന്നു വരണം, അതാണ് നമ്മുടെ താല്പര്യം. എന്നാൽ ശിഷ്യന്മാർ യേശുവിന്റെ പടകിൽ കയറി അവനോടുകൂടെ യാത്ര ചെയ്തു. അതിന്റെ താഴത്തെ വാക്യം നമുക്ക് വായിക്കാം. കടലിൽ വലിയ ഓളമുണ്ടായിട്ട് തിരകളാൽ മുങ്ങുമാറായി. പടക് തിരകളാൽ മുങ്ങുമാറായി. നീ യേശുവിനോടുകൂടെയാണ് യാത്ര ചെയ്യുന്നത്, ഓളങ്ങളും തിരമാലകളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഈ ആലയം തുടങ്ങിയതായിട്ടുള്ള, ഈ പ്രാർത്ഥന തുടങ്ങിയതായിട്ടുള്ള നാളുകൾ തുടങ്ങി ഓളങ്ങളും തിരമാലകളും ഈ ആലയത്തിന് നേരെ, നമുക്ക് ഓരോരുത്തർക്കും നേരെ അടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, യേശു ആ പടകിലുള്ളത് കൊണ്ടാണ്. ഇന്ന് ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത്, യാത്ര ചെയ്യുമ്പോൾ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. ഇവിടെ വായിച്ചു കേട്ടത് ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. ഹല്ലേലൂയ. യേശുവിനോടുകൂടിയുള്ള യാത്ര തിരകൾ നിറഞ്ഞതാണ്. യേശുവിനോടുകൂടിയുള്ള യാത്ര കാറ്റും കോളും നിറഞ്ഞതായിട്ടുള്ള യാത്രയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിച്ചു കേട്ടത്, പടക് തിരകളാൽ മുങ്ങുമാറായി. എന്നാൽ മുങ്ങുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. മുങ്ങും എന്ന് തോന്നും, പക്ഷെ മുങ്ങുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രകാരം അനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പടക് മുങ്ങും എന്ന് തോന്നുന്നതായിട്ടുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ മുങ്ങുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ചില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനവധി മുങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തെ വിട്ടുപോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. മുങ്ങുവാൻ അനുവദിക്കാതിരുന്നത് സർവശക്തനായ ജീവനുള്ള ദൈവമാണ്. എന്തുകൊണ്ടാണ് മുങ്ങാതെ പോയത്? ഈ പടകിൽ സർവശക്തനായ ദൈവമുണ്ട്. ഈ പടകിൽ അനുഗ്രഹത്തിന്റെ ദൈവമുണ്ട്. ഈ പടകിൽ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ അധികാരമുള്ള ദൈവമുണ്ട്. ഈ പടകിൽ ഒരിക്കലും മുങ്ങി താഴുവാൻ ഇടയില്ലാതെ വണ്ണം ജയിച്ചവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ വചനം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അപ്പോൾ അതിന്റെ താഴത്തെ വാക്യത്തിൽ, അവനോ ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. യേശുവിനോടുകൂടെ ശിഷ്യന്മാർ പടകിൽ കയറി. എന്നാൽ യേശു ഇന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും യേശുവിനോടുകൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയവരാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ പടകിൽ യേശു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉറങ്ങിയത് എന്ന് ചോദിച്ചാൽ, യേശുവുമായിട്ടുള്ള ബന്ധം നാം വിട്ട് നാം മറ്റു പലതിലേക്കും നമ്മുടെ ഹൃദയവും മനസ്സും പ്രവൃത്തികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം യേശുവിനെ വിട്ടാൽ, നാം യേശുവിൻ്റെ വഴിയെ വിട്ടാൽ, നാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആരാധന നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയാൽ, യേശു നമ്മുടെ പടകിൽ ഉറങ്ങുന്നതായിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇന്ന് സർവശക്തനായ ദൈവത്തെ നമ്മൾ അറിയുന്നവരാണ്, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ പടകിൽ ഇന്ന് സർവശക്തനായ ദൈവം
ഉറങ്ങുകയാണോ അതോ ഉണർന്നിരിക്കുകയാണോ? ഇന്ന് ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള യേശുവിനെ നാം ഉണർത്തേണം. ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ നാം കൂടി വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മുടെ പടകിലായിരിക്കുന്നതായിട്ടുള്ള കർത്താവിനെ നാം ഉണർത്തണം. കർത്താവിനെ ഉണർത്തിയാൽ മാത്രമേ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരണമെങ്കിൽ, നമ്മുടെ യാചനകൾ ദൈവം നടത്തി തരണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളണമെങ്കിൽ നാം പടകിലായിരിക്കുന്ന കർത്താവിനെ ആദ്യം ഉണർത്തേണം. ഉണർത്തിയാൽ മാത്രമേ അവന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ പടകിലായിരിക്കുന്ന കർത്താവ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ നാം ഉണർത്തേണം. അവനെ ഉണർത്തണമെങ്കിൽ അല്പവിശ്വാസം നാം മാറ്റണം. അവനെ ഉണർത്തണമെങ്കിൽ ഭയം നാം മാറ്റണം. അവനെ ഉണർത്തണമെങ്കിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അവനെ ഉണർത്തണമെങ്കിൽ അവനോടുകൂടെ നടക്കുന്നവരായിരിക്കണം. അവനെ ഉണർത്തണമെങ്കിൽ അവനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ അവനെ ഉണർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ വായിച്ചു കേട്ടത് അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്നു രക്ഷിക്കണമേ. ഹല്ലേലൂയ. പടക് തിരകളാൽ മുങ്ങുമാറായപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്നു. അതുവരെ അവർ ദൂരെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോഴാണ്, പ്രതിസന്ധികൾ വരുമ്പോഴാണ് നാം ദൈവത്തോട് കൂടുതലായി അടുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ഓർത്തോ, കർത്താവ് നമ്മുടെ പടകിൽ ഉറങ്ങുകയാണ്. എന്തിനു വേണ്ടിയാണ് ആ പ്രതിസന്ധികൾ എന്ന് നിങ്ങൾ അറിയണം. നമ്മെ തള്ളിക്കളയുവാനല്ല, നമ്മെ ഉപേക്ഷിക്കുവാനല്ല, നമ്മെ തകർത്ത് കളയുവാനല്ല, നാം അവനോട് അടുത്തു വരേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ സ്നേഹം. അവൻ ഉറങ്ങുവാനുള്ള കാരണം അവനെ വിട്ടതായിട്ടുള്ള, അകന്നിരിക്കുന്നതായിട്ടുള്ള ശിഷ്യന്മാർ അടുക്കേ വരേണ്ടതിന് വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം അവന്റെ അടുക്കലേക്ക് നാം കടന്നു വരേണ്ടതിനാണ്. നമ്മുടെ കുറവുകളെല്ലാം അവനോട് ഏറ്റുപറയേണ്ടതിനാണ്. നമ്മുടെ പാപങ്ങളെല്ലാം അവനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനുമായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ടതിനും ആ പടകിലായിരിക്കുന്ന കർത്താവിനെ ഉണർത്തേണ്ടതിന് വേണ്ടിയാണ് ഈ തിരമാലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്നു. കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു. കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് അവനോട് പറയുകയും അവനെ ഉണർത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഞങ്ങൾ നശിച്ചു പോകുന്നു. എന്താണ് നശിച്ചു പോകുവാനുള്ള കാരണം? കർത്താവിൽ നിന്ന് വളരെ ദൂരം നാം അകലെയാണ്. നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സത്യം, കർത്താവിൽ നിന്ന് അകന്നാൽ നാശമാകുന്നു എന്നുള്ളതാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നശിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ നിങ്ങളാകുന്നു. നശിച്ച് പിന്മാറുന്നവർ നശിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നശിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലായി തീരുവാനല്ല ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചത്, അവന്റെ അഭിഷേകം നൽകിയത്, അവന്റെ ശിഷ്യനാക്കി നമ്മെ ഓരോരുത്തരെയും തീർത്തത് നശിച്ചു പോകേണ്ടതിനല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരേണ്ടതിന്. അല്പവിശ്വാസം നിന്നെ നശിപ്പിച്ച് കളയും. ദൈവത്തോട് അടുത്ത് ചെന്നില്ല എങ്കിൽ നിന്നെ നശിപ്പിച്ച് കളയും. ദൈവത്തെ ഉണർത്തിയില്ല എങ്കിൽ നിന്നെ നശിപ്പിച്ച് കളയും. എന്നാൽ പടകിൽ കർത്താവുണ്ട് എന്നുള്ളതാണ്. നാം ഉണർത്താതിരുന്നാലും, നാം ദൂരെ ഇരുന്നാലും കർത്താവ് ഉണ്ട്. പക്ഷെ അവൻ ഉറങ്ങുന്നവനാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം തകർന്നു പോകാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഉറങ്ങുകയാണെങ്കിൽ കർത്താവ് ആ പടകിലുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ യോഗ്യത കൊണ്ടോ, നമ്മുടെ നന്മ കൊണ്ടോ, നമ്മുടെ തുഴച്ചിൽ കൊണ്ടോ, നമ്മുടെ അധ്വാനം കൊണ്ടോ ഒന്നല്ല, കർത്താവ് ആ പടകിലുള്ളത് കൊണ്ടാണ്.
എന്നാൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തിയപ്പോൾ ഇപ്രകാരം സംഭവിച്ചു. അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്. ഹല്ലേലൂയ. കർത്താവിന് ഉണർത്തി കഴിഞ്ഞാൽ നമ്മോട് പറയുവാനുള്ളത് നമ്മുടെ കുറവുകളാണ്. ഹല്ലേലൂയ. കുറവുകൾ പരിഹരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. കുറവുകൾ ഏറ്റു പറയുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. കർത്താവ് പറയുന്നതായിട്ടുള്ള കുറവുകൾ അവൻ നമ്മെ ശാസിക്കുമ്പോൾ, അവൻ നമ്മെ ശിക്ഷിക്കുമ്പോൾ നാം അവനിൽ നിന്ന് അകന്നു മാറാതെ വണ്ണം അവനോട് ചേർന്നിരിക്കുക. അതാണ് അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറവുകൾ പറയുമ്പോൾ പലപ്പോഴും നാം ദൈവത്തെ വിട്ട് അകന്നു മാറുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഒരുവൻ നിത്യരാജ്യം നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അങ്ങനെ അനവധി കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ വളരെ കൃത്യമായി ഇതെല്ലാം ഞാൻ അനുസരിച്ച് അനുഗമിച്ചു വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. നാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പ്രവർത്തിച്ചാലും നമ്മൾ കുറവുകൾ ഉള്ളവർ തന്നെയാണ്. എന്നാൽ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നവനാണ് ദൈവം. പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നവനാണ് ദൈവം. ഈ ധനികനായ മനുഷ്യൻ ഈ വാക്ക് കേട്ടപ്പോൾ യേശുവിനെ വിട്ടുപോയതുപോലെ വിട്ടു പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, അവനോടുകൂടെ യാത്ര ചെയ്യുവാനാണ്. അതുകൊണ്ട് അല്പവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ, കർത്താവ് എന്നെ കാണുന്നില്ല, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞു, ഇതല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. എന്നാൽ എന്തെല്ലാം വന്നാലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യും. അതാണ് ഒരു ദൈവ പൈതലിന്റെ തീരുമാനമുണ്ടാകേണ്ടത്. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ഇപ്രകാരമാണ്. ഇസ്രായേൽ മക്കൾ എരിഹോ കോട്ടയിൽ പോയി അവർ കർത്താവ് പറഞ്ഞതുപോലെ ആർപ്പിട്ടപ്പോഴാണ് എരിഹോ കോട്ട തകർന്നു പോയത്. പലരും പറയാറുണ്ട്, കർത്താവ് എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ അവനെ ആരാധിക്കാം, കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടാൽ ഞാൻ അവനെ വിശ്വസിക്കാം. അതല്ല നാം പറയേണ്ടത്. ഇവിടെ സാധാരണ എല്ലാവരും കാഹളം മുഴക്കുന്നതും ആരാധിക്കുന്നതും ഉച്ചത്തിൽ ആർപ്പിടുന്നതും ജയം പ്രാപിച്ചതിന് ശേഷമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ മക്കൾ ജയം പ്രാപിച്ചിട്ടല്ല ആരാധിക്കേണ്ടത്, ജയത്തിന് മുമ്പെയാണ് ആരാധിക്കേണ്ടത്. ആരാധിക്കുമ്പോഴാണ് നമുക്ക് ജയം പ്രാപിപ്പാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ മക്കൾ ചുറ്റി നടന്നതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ അനുസരിക്കുകയും അവനെ ആർപ്പിടുകയും ചെയ്യണം. കർത്താവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നുള്ളതല്ല, അവൻ ചെയ്താലും ഇല്ലെങ്കിലും അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് പറയാമായിരുന്നു, ഞങ്ങൾ ആർപ്പിടാം, നീ മതിലിനെ വീഴ്ചതാ. എന്നാൽ ഇസ്രായേൽ മക്കൾ യോശുവ അതല്ല പറഞ്ഞത്. ആർപ്പിടുമ്പോൾ മതിൽ വീഴും, ആരാധിക്കുമ്പോൾ മതിൽ വീഴും. പ്രതിസന്ധികളെ ഓർത്ത് നീ കരയരുത്, പ്രതിസന്ധികളെ നോക്കി നീ ദുഃഖിക്കരുത്, പ്രതിസന്ധികളെ ഓർത്ത് നീ ദൈവത്തെ വിട്ടുപോകരുത്. നിനക്ക് മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള വലിയ മതിൽ എങ്ങനെ ഞാൻ ഇതിനെ തകർക്കുമെന്ന് ഓർത്ത് നീ പുറകിലേക്ക് പോകല്ലേ. ജീവനുള്ള ദൈവത്തെ നീ ആരാധിച്ചാൽ, നീ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോയാൽ, അല്പവിശ്വാസം നീ മാറ്റിക്കളഞ്ഞാൽ, ഈ പണകയായിരിക്കുന്ന പിതാവിനെ നീ ഉണർത്തിയാൽ, അവൻ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവനെ ആരാധിക്കുമെന്നുള്ള തീരുമാനപ്രകാരം അവൻ നല്ലവനല്ലോ എന്ന് പാടിയാൽ ഈ മതിൽ മറിച്ചു കളയുവാൻ ദൈവം മതിയായവൻ. ഹല്ലേലൂയ. നമ്മുടെ തോൽവി ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാം വിശ്വസിക്കാമെന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ യോശുവ അതല്ല ചെയ്തത്. അവർ ജയം പ്രാപിക്കുന്നതിന് മുമ്പേ ജയം എനിക്കുണ്ട് എന്നുള്ള ഉറച്ചതായിട്ടുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ ഉച്ചത്തിൽ ആർപ്പിടുവാനുള്ള കാരണം ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അല്പവിശ്വാസമാകുന്നെങ്കിൽ അവർ ഒരിക്കലും ആർപ്പിടുമായിരുന്നില്ല.
യോശുവ ഒരിക്കലും ആർപ്പിടുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ആർപ്പിട്ടത്? എന്തുകൊണ്ടാണ് പുരോഹിതന്മാരോട് കാഹളമൂതുവാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ജനത്തോട് ആർപ്പിടുവാനായിട്ട് പറഞ്ഞത്? ദൈവം പറഞ്ഞാൽ അത് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ ഫലമാണ് മതിലിടിഞ്ഞു വീഴുവാനുള്ള കാരണം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള മതിൽ ഇടിച്ചു മാറ്റുവാൻ, മറിച്ചു വീഴ്ത്തുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. തടസ്സമായിട്ടുള്ളത് അല്പവിശ്വാസമാണ്. ഇന്ന് നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് കടന്നു വരേണം. ഇന്ന് നാം കൂടി വന്നിരിക്കുന്നത് അവനോട് അടുത്തു വരേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, എന്നോട് അടുത്തു വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും. ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയുള്ളൂ. ഈ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു എഴുന്നേറ്റുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? അതിനുശേഷം യേശു ഇപ്രകാരം ചെയ്തു എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. ചെറിയ ശാന്തതയല്ല, വലിയ ശാന്തതയുണ്ടായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ അധികാരമുള്ളവനാണ് ദൈവം. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും സമുദ്രവും എല്ലാം സൃഷ്ടിച്ചവൻ, സമുദ്രത്തിന് അതിർ നിശ്ചയിച്ചവൻ സർവശക്തനായ ജീവനുള്ള ദൈവമാണ്. അവൻ എഴുന്നേറ്റാൽ, അവൻ ശാസിച്ചാൽ അടങ്ങാത്തതായിട്ട് യാതൊന്നുമില്ല. അവൻ എഴുന്നേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രം നാം ചെയ്താൽ മതി. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സത്യമായി വിളിച്ചാൽ സമീപേ കടന്നു വരുമെന്നുള്ളത് അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് അവന്റെ വാഗ്ദത്തമാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ മഴ പെയ്യുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അവിശ്വസിക്കാതെ, സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുകയില്ല. ഇവിടെ അവൻ എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും അവൻ ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. ആ മനുഷ്യർ അതിശയിച്ചു. ആ മനുഷ്യരെല്ലാവരും അതിശയിച്ചു. എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നവൻ, കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാർക്കൊന്നിനും സാധ്യമല്ല, എന്നാൽ എല്ലാം സാധ്യമാക്കുന്ന ദൈവം അവരോട് കൂടെയുണ്ട്. ഇന്ന് നമുക്കൊന്നിനും സാധ്യമല്ല. ഇന്ന് ലോകത്തായിരിക്കുന്നതായിട്ടുള്ള, നമുക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം കാണുവാൻ നമുക്ക് സാധ്യമേ അല്ല. എന്നാൽ അധികാരമുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. സകലത്തിനും മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇവിടെ വായിച്ചു കേട്ടത്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? നാം ഒന്നും പറയേണ്ട. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരുമില്ല. അനുകൂലമായി ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇവിടെ വായിച്ചു കേട്ടത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. താങ്ങുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അതിന്റെ താഴത്തെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 14 നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയായി പോകും. നിന്നോട് കോപിക്കുന്നവരെല്ലാം നശിച്ചു പോകും. അവനോട് വാദിക്കുന്നവരും ഇല്ലാതെയായി പോകും. നാം പലപ്പോഴും ദൈവത്തോട് കോപിക്കുന്നവരാണ്.
ഞാൻ നിന്നെ ആരാധിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു, ഞാൻ നിന്നെ ആരാധിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന നീ കേട്ടില്ല, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് എന്തുകൊണ്ട് ഈ കഷ്ടത എനിക്ക് വന്നു, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് എന്തുകൊണ്ട് ഈ രോഗം എനിക്ക് വന്നു എന്ന് പറഞ്ഞ് നാം പിറുപിറുക്കുന്നവരും ദൈവത്തോട് മത്സരിക്കുന്നവരുമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കോപിച്ചാൽ നീ ലജ്ജിച്ചു പോകും, വാദിച്ചാൽ നീ തകർന്നു പോകും. താഴത്തെ വാക്യം വായിക്കാം. നിന്നോട് പോരാടുന്നവരെ ഞാൻ നശിപ്പിക്കും. നിന്നോട് പോരാടുന്നവരെ നീ നശിപ്പിക്കും. അല്ല, നീ അന്വേഷിക്കും, കാണുകയില്ല. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, നീ അവനെ കാണുകയില്ല. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയായി പോകും. 14 വരെയായോ? ഇല്ല. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച്, ഹല്ലേലൂയ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. വലങ്കൈ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട. നിന്റെ സഹായമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിൽ, നീ ഇന്ന് കണ്ണുനീരോടുകൂടി ആയിരിക്കുന്നു എങ്കിൽ, ദൈവം എന്നെ മറന്നു എന്ന് നീ ചിന്തിക്കുന്നു എങ്കിൽ, ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് നീ ചിന്തിക്കുന്നു എങ്കിൽ, ഇന്ന് സർവശക്തനായ ദൈവം ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ വലങ്കൈ പിടിക്കുവാൻ ഞാനുണ്ട്, നിന്നെ സഹായിപ്പാൻ ഞാനുണ്ട്, നിന്റെ കഷ്ടതയിൽ ഞാനുണ്ട്, നിന്റെ കണ്ണുനീരിൽ ഞാനുണ്ട്, നിന്നെ കൈവിടാത്ത ഞാനുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ദൈവം വീണ്ടും പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പുഴുവായ യാക്കോബേ, പരീക്ഷയെ ഭയപ്പെടേണ്ട, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ സൃഷ്ടാവായ പരിശുദ്ധനായ ഞാനാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും അവൻ പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഇന്ന് ലോകം മുഴുവനും പ്രതിസന്ധിയിലാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് ഭയമില്ല. എന്തുകൊണ്ടാണ് ഭയമില്ലാത്തത്? പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു, ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറയും, ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറയും, അന്നു യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. ഹല്ലേലൂയ. ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറഞ്ഞു പോകും, അന്നും എന്നെ യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എനിക്ക് ഭയമില്ല. കാരണം അന്നും എന്നെ യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവം എന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട എന്ന് അരുളി ചെയ്ത ദൈവം എന്നോട് കൂടെയുണ്ട്. സഹായിക്കും, പുഴുവായ ഞാൻ നിന്നെ സഹായിക്കും എന്ന് അരുളി ചെയ്തവനായിട്ടുള്ള ദൈവം എന്നോട് കൂടെയുണ്ട്. വലങ്കരത്തിൽ പിടിക്കുന്നവനായിട്ടുള്ള ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. സഹായിക്കുന്ന, വലങ്കൈ പിടിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് അനുകൂലമായി ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ അല്പവിശ്വാസം മാറ്റി പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കണം. 2, ഭയം മാറ്റി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തവനായിട്ടുള്ള ദൈവത്തെ പൂർണ്ണമായി നീ വിശ്വസിക്കുന്നവനായിരിക്കണം.
എന്നാൽ പ്രതികൂലങ്ങൾ മാറേണ്ടതിന് നാം ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെയുണ്ട്. അവനോട് ചേർന്നിരിക്കുക, അവനോട് യാചിക്കുക എന്നുള്ളത്. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് നാം കൂടി വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുകയും പ്രതികൂലത്തെ നീക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് നാം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്. 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. ഹല്ലേലൂയ. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. ഭീഷണികളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഭീഷണികൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ഭീഷണികൾക്ക് വേണ്ടി അവർ എന്താണ് ചെയ്തത്? അതിന്റെ താഴത്തെ വാക്യം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും, നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിപ്പാൻ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചത് അവരുടെ ഭീഷണികളെ നോക്കണമേ, അവരെ കൊല്ലണമേ എന്നുള്ളതല്ല. അവർ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രതികൂലങ്ങളെ നോക്കുന്നില്ല, ഞങ്ങൾ പ്രതിസന്ധികളെ നോക്കുന്നില്ല, ഭീഷണികളെ ഞങ്ങൾ നോക്കുന്നില്ല. എന്നാൽ എല്ലാം അറിയുന്നവനായിട്ടുള്ള ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനായിട്ടുള്ള ദൈവമേ, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് നിന്റെ കൃപ നൽകണമേ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. ലോകം നശിച്ചു പോകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവവചനം അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിക്കേണ്ടതിന് വേണ്ടി. നമ്മെ രക്ഷിച്ചവനായിട്ടുള്ള ദൈവം, നമ്മുടെ പാപങ്ങൾ മോചിച്ചവനായിട്ടുള്ള ദൈവം, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയവനായിട്ടുള്ള ദൈവം, നമ്മുടെ കഷ്ടത മാറ്റിയവനായിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്ന് ലോകത്തോട് പറയുവാൻ, ബന്ധനമില്ലാത്തതായിട്ടുള്ള വചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തപ്പെടുവാൻ ആണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്നതായിട്ടുള്ള സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ. ഇന്ന് വലിയൊരു കുലുക്കമുണ്ടാകണം. ഇന്ന് വലിയൊരു പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകണം. ഇന്ന് എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണം. ആത്മാവ് വന്നാൽ മാത്രമേ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരികയുള്ളൂ. ആത്മാവ് വന്നാൽ മാത്രമേ ധൈര്യമുണ്ടാവുകയുള്ളൂ. ആത്മാവുണ്ടെങ്കിൽ മാത്രമേ അല്പവിശ്വാസം മാറുകയുള്ളൂ. ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം ഘോഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്നതായിട്ടുള്ള സ്ഥലം കുലുങ്ങി. ഇന്ന് നാം കൂടിയിരിക്കുന്നതായിട്ടുള്ള സ്ഥലം കുലുങ്ങണം. ഹല്ലേലൂയ. ഇന്ന് നാം പ്രാർത്ഥിപ്പാൻ കടന്നു വന്നവരാണ്. നാം ഒരു വഴിപാട് കഴിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് കടന്നു പോകേണ്ടുന്നവരല്ല. ഇന്ന് പ്രാർത്ഥിച്ച് ഈ ഇരിക്കുന്നതായിട്ടുള്ള സ്ഥലം ഇവിടെ കുലുങ്ങണം. 2, എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരണം. 3, എല്ലാവരും ദൈവത്തിന്റെ വചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കണം. ഇന്ന് നാം വചനം സംസാരിക്കുന്നവരല്ല, കർത്താവിന്റെ സുവിശേഷം പറയുവാൻ പലരും പോകാത്തവർ ഈ ആലയത്തിലുണ്ട്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് അവന്റെ സാക്ഷിയാകേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് അവന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ വിളിച്ചത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ദാസൻ നമ്മെ കരം വെച്ചത് നാം നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനല്ല,
ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ്, ദൈവത്തിന്റെ മഹത്വത്തിനായി തീരേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ടത്, അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അവർ കൂടിയിരുന്നതായിട്ടുള്ള സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടുകൂടി പ്രസ്താവിച്ചു. അപ്പോൾ ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ ബുദ്ധി കൊണ്ടല്ല നമ്മുടെ പ്രാർത്ഥന, ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കണം. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരരുത്. ആത്മാവിൽ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ആത്മാവിൽ നാം നിറയപ്പെട്ടവരായിരിക്കണം, ആത്മാവിൽ ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുന്നവരായിരിക്കണം. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ വിശ്വാസം നമ്മിലേക്ക് വരും. വിശ്വാസം നമ്മിലേക്ക് വന്നാൽ ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. ഇന്ന് നമുക്ക് ഏക മനസ്സുണ്ടോ? ഏക വിശ്വാസം നമുക്കുണ്ടോ? വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ഏകനാണ്, നമ്മളും ഒന്നായിരിക്കണം. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഏക മനസ്സ് നമുക്ക് വേണം. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഏക ഹൃദയം നമുക്ക് വേണം. ഇന്ന് ക്ഷമിപ്പാനുള്ള മനസ്സ് നമുക്കുണ്ടോ? പരസ്പരം സ്നേഹിപ്പാനുള്ള മനസ്സുണ്ടോ? പരസ്പരം ചേർന്നിരിക്കുവാനുള്ള മനസ്സുണ്ടോ? കർത്താവിന് വേണ്ടി ആയിത്തീരണമെന്നുള്ള ഒരു മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാൽ ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലെങ്കിലാണ് ഭിന്നതയും ഭിന്നപക്ഷങ്ങളും ഞാനും എന്റേതും എനിക്കുള്ളതും എന്നുള്ള ചിന്തകളെല്ലാം വരുന്നത്. നമുക്ക് പുകഴുവാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, നീ വേരിനെയല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അതുകൊണ്ട് ഞെളിയാതെ നീ ഭയപ്പെടുക. ഇന്ന് ഞാനെന്ന് നീ പറയുന്നുവെങ്കിൽ, ഇന്ന് നീ ഞെളിഞ്ഞിരിക്കുന്നുവെങ്കിൽ, സർവശക്തനായ ദൈവം ഇപ്രകാരം പറയുന്നു, നിന്നെ ചുമക്കുന്നതായിട്ടുള്ള ഒരു വേരുണ്ട്. ആ വേരിന്റെ ബലത്താലാണ് നീ ഇന്നായിരിക്കുന്നത്. നിനക്ക് ഞെളിയുവാനും നിനക്ക് പ്രശംസിപ്പാനും ഒന്നുമില്ല. നിന്നെ ചുമക്കുന്നതായിട്ടുള്ള വേരാണ് ഇന്ന് നിന്നെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ദൈവത്തിന് നിന്നെ തള്ളിക്കളയുവാൻ, ദൈവത്തിന് നിന്നെ നശിപ്പിച്ചു കളയുവാൻ യാതൊരു മടിയുമില്ല. എന്നാൽ ഇന്ന് നശിച്ചു പോകേണ്ടതിനല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് സ്വന്തം എന്ന് പറയുവാനില്ല. എല്ലാം ദൈവം അവർക്ക് നൽകിയത് മാത്രമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ വന്നപ്പോൾ നമുക്ക് സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കുള്ളതെല്ലാം എൻ്റെ ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. അതുകൊണ്ട് എന്റേതെന്ന് പറയുവാൻ അവകാശമില്ല. എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയതാണ്. അതുകൊണ്ട് സ്വന്തം എന്ന് അവർ ആരും പറഞ്ഞില്ല. എല്ലാം പൊതുവകയായിരുന്നു. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഇത് നമുക്കെല്ലാവർക്കും ഒരുക്കപ്പെട്ടതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഇതിൽ ആരും വലിയവനോ ചെറിയവനോ എന്നൊന്നുമില്ല. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്നാകുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പോലെ നാം ഏക മനസ്സുള്ളവരായിരിക്കാൻ. ഇന്ന് ദൈവത്തിന് പ്രവർത്തിപ്പാൻ മനസ്സുണ്ട്.
എന്നാൽ ആ മനസ്സ് നമുക്കുള്ളവരായിരിക്കണം. ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം. ഇന്ന് പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. എന്നാൽ അതിന്റെ തൊട്ട് താഴത്തുള്ള വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ പ്രതികൂലങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? തന്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് മനസ്സായെങ്കിൽ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവത്തിന് നൽകുവാൻ യാതൊരു മടിയുമില്ല. ദൈവത്തിന് പ്രവർത്തിപ്പാൻ യാതൊരു മടിയുമില്ല. ദൈവത്തിന് സ്നേഹിപ്പാൻ യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് അവൻ ജീവനെ നൽകി സ്നേഹിച്ചത്. ആ ജീവനെ നൽകി സ്നേഹിച്ചവനായിട്ടുള്ള ദൈവം നിനക്ക് സകലതും നൽകുവാൻ അവൻ മതിയായവനായിട്ടുള്ള ദൈവമാകുന്നു. അവനോട് അപേക്ഷിച്ചാൽ, അവനെ വിശ്വസിച്ചാൽ, അവനോട് പ്രാർത്ഥിച്ചാൽ, ഏക മനസ്സും ഏക ഹൃദയമുള്ളവനായി തീർന്നാൽ, സകലതും പൊതുവക എന്ന് എണ്ണിയാൽ എല്ലാം എന്റെ ദൈവത്തിന്റെ ദാനമാകുന്നു എന്ന് നീ ദൈവത്തോട് പറയുകയും അപ്രകാരം നീ പ്രവർത്തിക്കുകയും അപ്രകാരം നീ ജീവിക്കുകയും ചെയ്താൽ അവനോടുകൂടെ സകലതും നിങ്ങൾക്ക് വേണ്ടി നൽകുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? അവന്റെ ജീവനെ നമുക്ക് നൽകിയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയാണോ ദൈവം നൽകാതിരിക്കുന്നത്? അവന്റെ ജീവനെ നമുക്ക് നൽകിയെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളാണോ ദൈവം നൽകാതെ പോകുന്നത്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അവിശ്വാസിക്ക് ദൈവസന്നിധിയിൽ നിന്ന് യാതൊന്നും പ്രാപിപ്പാൻ സാധ്യമല്ല. ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, അതുകൊണ്ട് അല്പവിശ്വാസികളെ നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? ഒരൊറ്റ കാര്യമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ, അവന്റെ അടുക്കിലേക്ക് വരിക, അവനെ ഉണർത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമാകുന്നു. 107 സങ്കീർത്തനം അതിന്റെ 28 വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. 107 സങ്കീർത്തനം അതിന്റെ 28 വാക്യം, 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. കഷ്ടതയിൽ നാം നിലവിളിച്ചാൽ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ് ദൈവം. ഇന്ന് ഞെരുക്കങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ ആലയത്തിൽ ജനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ഞെരുക്കത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കഷ്ടതയിൽ നിലവിളിച്ചാൽ, കഷ്ടതയിൽ നമുക്ക് നിലവിളിയില്ല. കഷ്ടതയിൽ നാം പിറുപിറുക്കുന്നവരാണ്. കഷ്ടതയിൽ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നവരാണ്. കഷ്ടതയിൽ ദൈവത്തിൽ നിന്ന് ദൂരെ മാറിയിരിക്കുന്നവരാണ്. എന്നാൽ അവർ കഷ്ടതയിൽ തങ്ങളുടെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. വിടുവിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. കഷ്ടതയിൽ നീ നിലവിളിച്ചാൽ കഷ്ടതയിൽ കൈവിടാത്തവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. അതിന്റെ താഴത്തെ വാക്യം വായിക്കാം. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. നിലവിളിച്ചാൽ, കഷ്ടതയിൽ നിലവിളിച്ചാൽ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാ. 2 ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കി. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ മതിയായവനാണ് ദൈവം. താഴത്തെ വാക്യം. തിരമാലകൾ അടങ്ങി. തിരമാലകൾ അടങ്ങി. തിരമാലകളെ ശാന്തമാക്കുവാൻ അധികാരമുള്ളവനാണ് ദൈവം. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. എന്താണ് ആഗ്രഹിച്ച തുറമുഖം? അത് സർവശക്തനായ ദൈവത്തിന്റെ രാജ്യമാണ്. നമുക്ക് പോകുവാനുള്ള തുറമുഖം ആ സ്വർഗരാജ്യമാണ്. പാട്ടുകാരൻ പാടുന്നത്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ അധികാരമുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്.
ഇവിടെ വായിച്ചു കേട്ടത് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെത്തി. നമ്മുടെ ആഗ്രഹം അതുമാത്രമായിരിക്കണം. ദൈവമേ, നിന്റെ മനോഹരത്വം കാണുവാനും നിന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ഞങ്ങൾ ആയുഷ്കാലമൊക്കെയും നിന്റെ ആലയത്തിൽ പാർക്കുവാനും ആ നിത്യരാജ്യം പ്രാപിപ്പാനും നിന്നോടുകൂടെ യാത്ര ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. അക്കരെ കാണുന്നതായിട്ടുള്ള പ്രകാശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ യാത്ര മുന്നോട്ട് പോകുവാൻ കാറ്റിനെയും കടലിനെയും നോക്കാതെ വണ്ണം ഞങ്ങളുടെ പടകിലായിരിക്കുന്ന കർത്താവിനെ നോക്കുവാൻ അല്പവിശ്വാസികളാകാതെ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കാൻ, ഭീരുക്കളാകാതെ ഭയപ്പെടാതെ നീ ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ച തുറമുഖം ഞങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം പിതാക്കന്മാർ പ്രാപിച്ചതായിട്ടുള്ള, അപ്പോസ്തലന്മാർ പ്രാപിച്ചതായിട്ടുള്ള, ദൈവത്തിന്റെ ദാസൻ പ്രാപിച്ചതായിട്ടുള്ള, ആഗ്രഹിച്ചതായിട്ടുള്ള ആ തുറമുഖത്തേക്ക് ഞങ്ങൾക്കും എത്തപ്പെടുവാൻ ഞങ്ങളെ നീ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഈ പടകിൽ നിന്നോടുകൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു നിന്നോടുകൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ നീ അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കലും നിന്നെ വിട്ടു പോകുവാൻ, നിന്നെ വിട്ടു മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരാതെ വണ്ണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായിട്ടുള്ള യേശുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ടമോടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ വായിച്ചു കേട്ടത് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സകലത്തിനും മതിയായവനാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? നീ ആഗ്രഹിച്ചാൽ നിന്നെ എത്തിക്കുന്നവനാണ് ദൈവം. അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചു, ദൈവം അവരെ എത്തിച്ചു. അബ്രഹാം ആഗ്രഹിച്ചു, അബ്രഹാമിനെ ദൈവം അവിടെ എത്തിച്ചു. മോശ ആഗ്രഹിച്ചു, യോശുവ ആഗ്രഹിച്ചു, പിതാക്കന്മാർ എല്ലാവരും ആഗ്രഹിച്ചു. ആ തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ദൈവത്തിന്റെ ദാസനം ആഗ്രഹിച്ചത് ആ കഷ്ടതയില്ലാത്ത തുറമുഖത്ത് എത്തണം എന്നുള്ളതാണ്. കളങ്കമെന്നിയ ഞാനൊരിക്കൽ പളുങ്ക് നദിയിൻ കരയിരുന്ന് പാടി സ്തുതിക്കും പരമനാമം കോടി കോടി യുഗങ്ങളെല്ലാം. അതാണ് ദൈവത്തിന്റെ ദാസൻ ആഗ്രഹിച്ചത്. ആ തുറമുഖത്ത് ദൈവത്തിന്റെ ദാസനെ എത്തിച്ചു. ഇന്ന് നമ്മുടെ ആഗ്രഹം അതാകുന്നു എങ്കിൽ, ഇന്ന് നമ്മുടെ ആഗ്രഹം അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ളതാകുന്നു എങ്കിൽ, ഇന്ന് നമ്മുടെ ആഗ്രഹം ദൈവവചനം ധൈര്യത്തോടു കൂടെ പ്രസ്താവിക്കണം എന്നുള്ളതാകുന്നു എങ്കിൽ, ആ തുറമുഖത്ത് അവൻ എത്തിക്കുക തന്നെ ചെയ്യും. ആ വാക്യം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചത് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ. എന്താണ് അവർക്ക് ശാന്തത വന്നത്? പടകിലായിരുന്ന കർത്താവ് ഉണർന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭീരുത്വം മാറുവാനും, നമ്മുടെ സംശയം മാറുവാനും, നമ്മുടെ ഭയം മാറുവാനും, ശാന്തത വരുവാനും കർത്താവിനെ ഉണർത്തിയാൽ, കർത്താവ് ഉണർന്നാൽ നമുക്ക് ശാന്തത വരും. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ശാന്തത വരാതിരിക്കുകയില്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി വസിക്കും. കാരണം എന്താണ്? യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, എന്റെ ജീവന്റെ മേൽ അധികാരമുള്ളത് എന്റെ ദൈവം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് പേടിക്കുവാൻ ആരുമില്ല. എന്നോട് തകർക്കുവാൻ അടുക്കുന്നതായിട്ടുള്ള ദുഷ്കർമ്മികൾ, എന്റെ മാംസം തിന്നുവാൻ അടുക്കുന്നതായിട്ടുള്ള ദുഷ്കർമ്മികൾ അവർ ഇടറി വീഴും. കാരണം വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവം നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു എങ്കിൽ ശത്രുവിന് വിട്ടുകൊടുക്കുന്നവനല്ല. ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ നമ്മെ എത്തിക്കുന്നവനാകുന്നു. നമ്മുടെ കുറുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ചോദ്യമാണ് നമ്മോട്. നൽകാതിരിക്കുമോ? നീ നൽകാതിരിക്കുമോ എന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? അവൻ നൽകുന്നവനായ ദൈവമാണ്.
നൽകാതിരിക്കുകയില്ല, ഇരിക്കുകയില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഇന്ന് അനുകൂലമായി വേണ്ടത് ദൈവം മാത്രമാണ്. പ്രതികൂലങ്ങളെ ഒന്നും നാം നോക്കേണ്ട, പ്രതിസന്ധികളെ ഒന്നും നാം നോക്കേണ്ട. എന്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ട് എന്നോട് കൂടെയുണ്ടോ? എന്റെ പടകിൽ എന്റെ യേശു ഉണർന്നിരിക്കുകയാണോ? അത് മാത്രം നീ ചിന്തിച്ചാൽ മതി. അനുകൂലമായി അവൻ കൂടെയുണ്ടെങ്കിൽ പ്രതികൂലമൊന്നുമില്ല. പ്രതികൂലത്തെ എല്ലാം ഇല്ലായ്മയാക്കുവാൻ, തിരമാലകളെ ശാന്തമാക്കുവാൻ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് നാം ഇപ്രകാരം അപേക്ഷിക്കാം: ദൈവമേ, നീ എനിക്ക് അനുകൂലമായി കൂടെയിരിക്കണമേ. ഇതുവരെയും ഞാൻ നിനക്ക് പ്രതികൂലമായിരുന്നു, ഇതുവരെയും നിന്നെ ഉറക്കുന്നവനായിരുന്നു. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. നീ എനിക്ക് അനുകൂലമായി എന്നോട് കൂടെയിരിക്കണമേ. പ്രതികൂലങ്ങളെല്ലാം നീ മാറ്റിത്തരണമേ. ഞങ്ങൾ ആഗ്രഹിച്ചതായിട്ടുള്ള തുറമുഖത്ത് ഞങ്ങൾ എത്തുവാൻ ഞങ്ങളെ നീ ഇവിടുന്ന് സഹായിക്കുമാറാകണമേ. ഒരിക്കലും ഞങ്ങൾ ലജ്ജിച്ച് പോകാതെ വണ്ണം കർത്താവിൻ്റെ രാജ്യം പ്രാപിപ്പാൻ തക്കവണ്ണം, ക്രിസ്തു യേശുവിൻ്റെ നല്ല പടനായി കഷ്ടം സഹിപ്പാൻ തക്കവണ്ണം, ബന്ധനമില്ലാത്തതായിട്ടുള്ള വചനം ധൈര്യത്തോടു കൂടെ പ്രസ്താവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവമേ നീ ഇവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മുടെ കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, ദൈവം ഇന്ന് കേൾപ്പിച്ച വചനപ്രകാരം നീ ഞങ്ങൾക്ക് അനുകൂലമായി ഇരിക്കണമേ. ഞങ്ങളുടെ പ്രതികൂലങ്ങളെല്ലാം നീ മാറ്റി തെരുമാറാകണമേ. ദൈവമേ, കാറ്റിനെയും കടലിനെയും നീ ഇവിടുന്ന് ശാന്തമാക്കുമാറാകണമേ. ഞങ്ങൾ ആഗ്രഹിച്ചതായിട്ടുള്ള തുറമുഖത്തേക്ക് ഞങ്ങളെ നീ ഇവിടുന്ന് എത്തിക്കുമാറാകണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നാം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പടകിലായിരിക്കുന്ന കർത്താവ് ഇന്ന് ഉണരേണം. അവനെ ഉണർത്തി വേണം അവന്റെ അടുക്കിലേക്ക് വരണം. അവന്റെ അടുക്കിലേക്ക് വരുവാൻ തടസ്സമായിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറയണം. അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട്, ദൈവമേ നീ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മുടിയനായ പുത്രനെ പോലെ നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഞങ്ങളുടെ അടുക്കിലേക്ക് നീ കടന്നു വരുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ എഴുന്നേൽക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.